മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓട്സ് വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല, ഒരു സ്നാക്കായും ഡയറ്റ് ഫുഡായിട്ടും കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. നമ്മുടെ റെസിപ്പിക്ക് ആവശ്യമായ കുറച്ച് വെജിറ്റബിൾസ് ക്യാരറ്റ്, ക്യാപ്സിക്കം, ഗ്രീൻ പീസ്, സവാള, ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഓട്സ് ആണോ ഉള്ളത് അത് എടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ഒരു 4 മിനിറ്റ് നമ്മുടെ ഓട്സ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നന്നായി ചൂടായി വന്ന ഓട്സ് ഒരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. നമ്മുടെ ഓട്സ് വറുത്തെടുത്ത പാത്രത്തിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് കടുകിട്ട് കൂടെ തന്നെ കുറച്ച് കാഷ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂസ് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കാം. കാഷ്യൂസ് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും സവാളയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയൊന്ന് വഴന്നു വരുന്ന സമയം ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൂടെ ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. നന്നായി തിളച്ചു വന്ന വെജിറ്റബിൾസിലേക്ക് വറുത്തു വെച്ച ഓട്സ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. മസാലയിലെല്ലാം ഓട്സ് പിടിക്കത്തക്ക വിധം ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹെൽത്തി ഓട്സ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സ് ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. ഓട്സ് വെച്ചിട്ടുള്ള ഒരുപാട് ഹെൽത്തി റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവർക്ക് പോയി നോക്കാവുന്നതാണ്. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്തു നോക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തണം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.